ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ നല്ല എളുപ്പത്തിൽ 2 മിനിറ്റ് കൊണ്ട് 4 ചേരുവകൾ വെച്ച് ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തയ്യാറാക്കിയെടുക്കാമെന്നാണ്. ഈസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക. തേൻ ചേർക്കുമ്പോൾ നല്ല ഫ്രഷും അതുമാതിരി നല്ല ക്വാളിറ്റി ഉള്ള തേൻ ചേർക്കണം. ഇത് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്നത് രാത്രി വെട്ടം കുറവിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, പൊടിക്കാത്ത സാധാ പഞ്ചസാര. ഇനി നമ്മൾ ഈ പഞ്ചസാരയും തേനും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പഞ്ചസാര എല്ലാ തേനിലും വെള്ളത്തിലും അലിഞ്ഞു കിട്ടുന്ന ആ പരുവം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട 3ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നിങ്ങൾക്ക് തൈരും മൈദപ്പൊടിയൊക്കെ കൂടി ഇത്രയും വെള്ളത്തിൽ കലക്കി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കട്ടകളില്ലാതെ ആദ്യം തന്നെ തൈരും മൈദപ്പൊടിയും കൂടി ഒരു കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് മിക്സ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടാണ് മിക്സ് ചെയ്യുന്നത്. നല്ലപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാനിതൊരു വിസ്ക് വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി മൈദപ്പൊടിയും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കലക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവാണ്. ഇങ്ങനെ തയ്യാറാക്കിയ മിക്സ് നമുക്ക് അടച്ചിട്ട് പുളിക്കാനായിട്ട് വെക്കാം. അതൊരു 6 മുതൽ 12 മണിക്കൂർ വരെ എടുക്കും, ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച്. എനിക്കൊക്കെ ഒരു 8 മണിക്കൂറൊക്കെ ആയപ്പോൾ റെഡിയായി കിട്ടി. അപ്പോൾ ഞാനിത് രാത്രി കലക്കി വെച്ചിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ഈസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു പുളിച്ച മണമുണ്ട്, ഏകദേശം നമ്മളുടെ ഒരു കള്ളിൻ്റെയൊക്കെ ഒരു മണമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് 2 മിനിറ്റ് മതി. പിന്നെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് സമയം. അപ്പോൾ നമ്മൾ അരിയൊക്കെ അരയ്ക്കാനാണെങ്കിൽ അരിയൊക്കെ കുതിർത്താനിടുന്ന കൂട്ടത്തിൽ തന്നെ ഇതിങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ടും ഒപ്പം റെഡിയായി കിട്ടും. നമുക്ക് ഈസ്റ്റ് ലിക്വിഡ് ഫോമിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് എയർ ടൈറ്റ് ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് നമുക്ക് ഉണക്കി സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അതൊരു 2 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. ഒരു ദിവസത്തെ ഉണക്കൊണ്ട് ശരിയാവും. എന്നിട്ട് ആ ഉണങ്ങി വന്ന ആ പാട എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് തരിതരിപ്പിൽ പൊടിച്ചെടുത്താൽ മതി. ഈ ഈസ്റ്റിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഈസ്റ്റിൻ്റെ അത്രയും വീര്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 3/4 മുതൽ 1 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഉണക്കി സൂക്ഷിക്കാനായിട്ടാണ് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. കാരണം മറ്റേത് കൂടുതൽ അങ്ങ് പുളിച്ചു പോവും ലിക്വിഡ് ഫോമിലുള്ളത്. അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് ഈസ്റ്റിൻ്റെ ലിക്വിഡ് ഫോം മിച്ചം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് ഞാനൊരു അര കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്, മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ സാധാരണ ബണ്ണൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കുവാണ്. ഇനി നമ്മൾ സാധാരണ ബണ്ണുണ്ടാക്കുന്ന മാതിരി തന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് പുറത്തൊന്ന് തൂത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുക. ഇതൊരു 1 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നല്ല ഡബിൾ സൈസ് ആയിട്ട് വരും. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്, അടച്ചു വെക്കുവാണ്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നോക്ക്, നമ്മളുടെ മാവ് നല്ലപോലെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഈസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടില്ലേ. നമ്മളിപ്പോൾ അപ്പത്തിനൊക്കെയാണ് മാവിടുന്നെങ്കിൽ ആ മാവിടുന്ന കൂട്ടത്തിൽ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒപ്പം റെഡിയാക്കി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.